എല്ലാവർക്കും നമസ്കാരം. ഞാൻ അമാഷൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ വീക്കിലി പോഡ്കാസ്റ്റ് കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസിന് എന്ന് അറുതി വരും എന്നുള്ള കാര്യത്തിൽ ഒരു തീർച്ചയുമില്ല. ഇറാനും ഇസ്രായേലും അമേരിക്കയും തമ്മിലുള്ള ഡിസ്കഷനൊക്കെ നീണ്ടുപോവാണ്. എത്രത്തോളം നീണ്ടുപോകുന്നോ അത്രത്തോളം നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്ക്, അതുപോലെ തന്നെ സൗത്ത് കൊറിയ, ചൈന, യൂറോപ്യൻ രാജ്യങ്ങൾക്കൊക്കെ ഉണ്ടാവാൻ പോകുന്നത്. അതിൻ്റെ ഒരു ഇൻഡിക്കേഷനാണ് കഴിഞ്ഞ ആഴ്ചയിൽ ഇന്ത്യൻ മാർക്കറ്റിൽ കണ്ടത്. ഗ്ലോബലി നോക്കുകയാണെങ്കിൽ, ഓവറോൾ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിലത്തെ വേഴ്സ്റ്റ് പെർഫോമർ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റാണ്. അറൗണ്ട് 2% ഡൗൺ ആണ് നിഫ്റ്റിയും സെൻസെക്സ് ഒക്കെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതേസമയം ഗ്ലോബലി നമ്മൾ മറ്റു മാർക്കറ്റുകളുടെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിലത്തെ ഓവറോൾ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിലെ മാർക്കറ്റുകൾ ഒഴികെ മറ്റെല്ലാ മാർക്കറ്റുകളും വീക്ക് ടു വീക്ക് ബെറ്റർ ആണ്. അമേരിക്കയിലെ S&P 500, നാസ്ഡാക്ക്, റസൽ 2000 ഇൻഡെക്സുകളെല്ലാം തന്നെ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഏഷ്യയിലത്തെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ തൈവാനീസ് സ്റ്റോക്ക് ഇൻഡെക്സ്, കൊറിയൻ സ്റ്റോക്ക് ഇൻഡെക്സ്, സൗത്ത് കൊറിയൻ ഇൻഡെക്സ് ആണ് കോസ്പി, ജാപ്പനീസ് സ്റ്റോക്ക് ഇൻഡെക്സുകളെല്ലാം തന്നെ കഴിഞ്ഞ ആഴ്ചയിൽ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഒപ്പം ചൈനയിൽ പല ഇൻഡെക്സുകളും 12 ഇയർ ഹൈയിലൊക്കെയാണ് കഴിഞ്ഞ ആഴ്ചയിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓവറോൾ സിറ്റുവേഷൻ മറ്റു മാർക്കറ്റുകൾക്ക് ഇന്ത്യ ഒഴികെയുള്ള മറ്റെല്ലാ മാർക്കറ്റുകളിലും സ്ലൈറ്റ്ലി പോസിറ്റീവാണ്. അതേസമയം അമേരിക്കയിൽ വളരെ പോസിറ്റീവാണ്. ജപ്പാൻ, സൗത്ത് കൊറിയ, തൈവാനീസ് മാർക്കറ്റിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അവിടെയും അത്തരത്തിലുള്ള സിറ്റുവേഷനാണ്. ഇനി നമ്മൾ അമേരിക്കയിൽ കഴിഞ്ഞ ആഴ്ചയിലത്തെ പെർഫോമേഴ്സിന്റെ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ ഹാർഡ്വെയർ, സെമി കണ്ടക്ടർ റിലേറ്റഡ് സ്റ്റോക്കുകളാണ് ഏറ്റവും കൂടുതൽ മുന്നേറിയിട്ടുള്ളത്. ഒപ്പം NVIDIA പ്രീവിയസ് ടോപ്പിന് അടുത്താണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. NVIDIയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വെള്ളിയാഴ്ചയിലത്തെ പ്രൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ $5.06 ട്രില്യൺ ആണ്. അപ്പോൾ $5 ട്രില്യൺ എഗെയിൻ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ക്രോസ് ചെയ്തിരിക്കുകയാണ് NVIDIA. റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് വലിയ രീതിയിൽ വീണ്ടും NVIDIA മുന്നേറും എന്നുള്ള കാര്യം തന്നെയാണ്. ഒപ്പം മാഗ്നിഫിസന്റ് 7 കമ്പനികളിലെ മറ്റ് കമ്പനികളുടെ പെർഫോമൻസ് കഴിഞ്ഞ ആഴ്ചയിൽ നോക്കുകയാണെങ്കിൽ ആമസോൺ ആണ് പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിട്ടുള്ളൊരു മാഗ്നിഫിസന്റ് 7 കമ്പനി. കഴിഞ്ഞ ആഴ്ചയിൽ $264.5 പെർ ഷെയർ ആണ് ഹിറ്റ് ചെയ്തിരിക്കുന്നത്. $263.99 പെർ ഷെയർ ആണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ആമസോണിനെ സംബന്ധിച്ച് ധാരാളം പോസിറ്റീവ് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ആന്ത്രോപിക്കിൽ വലിയ രീതിയിലാണ് ആമസോൺ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഇതിൻ്റെയൊക്കെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആമസോൺ സ്റ്റോക്ക് പ്രൈസിൽ ഇനിയും കാണാനുള്ള സാധ്യതകളുണ്ട്. ഇപ്പോഴത്തെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ $2.84 ട്രില്യൺ ആണ്. ഹയസ്റ്റ് ആണ് ആമസോണിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ. പക്ഷെ അടുത്ത ദിവസങ്ങളിൽ ആമസോൺ സ്റ്റോക്ക് പ്രൈസ് വീണ്ടും മുന്നേറുകയാണെങ്കിൽ $3 ട്രില്യൺ ക്രോസ് ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ആമസോണിന്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ കഴിഞ്ഞ ആഴ്ചയിൽ മുന്നേറിയിട്ടുള്ള സ്റ്റോക്കുകളുടെ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ മൈക്രോസോഫ്റ്റ് ബെറ്റർ ആണ്. മൈക്രോസോഫ്റ്റിന്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ $3.15 ട്രില്യൺ ആണ്. അതോടൊപ്പം തന്നെ ആപ്പിളിന്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ $3.98 ട്രില്യൺ എത്തി നിൽക്കുകയാണ്. ആപ്പിളും കഴിഞ്ഞ ആഴ്ച വീക്ക് ടു വീക്ക് ബെറ്റർ ആയിരുന്നു. ആൽഫബറ്റ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ $4 ട്രില്യൺ ക്രോസ് ചെയ്തിട്ടുണ്ട്. $4.16 ട്രില്യൺ ആണ്. മെറ്റ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ക്ലോസിംഗ് ആണ് വീക്ക് ടു വീക്ക്, അല്ലെങ്കിൽ സ്ലൈറ്റ്ലി ബെറ്റർ ക്ലോസിംഗ് ആണ് വീക്ക് ടു വീക്ക് നോക്കുകയാണെങ്കിൽ. ആൽഫബറ്റിനെ സംബന്ധിച്ച് ധാരാളം പോസിറ്റീവ് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഗൂഗിള് $40 ബില്യൺ ആന്ത്രോപിക് AI ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും ഈ ന്യൂസ് വളരെ പോസിറ്റീവാണ്. അടുത്ത ദിവസങ്ങളിലും ആൽഫബറ്റ് മുന്നേറാനുള്ള സാധ്യതകളുണ്ട്. കഴിഞ്ഞ പോഡ്കാസ്റ്റിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു ആൽഫബറ്റിന്റെ സ്പേസ് എക്സിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ 6.11% സ്പേസ് എക്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. വളരെ ലോ റേറ്റിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരുന്നത്. സ്പേസ് IPO വരുമ്പോൾ $100 ബില്യൺ ആണ് ആൽഫബറ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ സ്റ്റോക്കും ഒന്ന് വാച്ച് ചെയ്യുന്നത് നല്ലതാണ്. ഓവർസീസ് സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് ലോങ് ടൈമിലേക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു സ്റ്റോക്ക് കൂടിയാണ് ആമസോണും ആൽഫബറ്റും ഒക്കെ. അതോടൊപ്പം തന്നെ മൈക്രോസോഫ്റ്റ് പ്രീവിയസ് പീക്ക് ഹിറ്റ് ചെയ്തപ്പോൾ അറൌണ്ട് $4 ട്രില്യൺ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനൊക്കെ ക്രോസ് ചെയ്തിരുന്നു. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള സിറ്റുവേഷനിലേക്ക് അടുത്ത മാസങ്ങളിലൊരു മുന്നേറ്റം ഉണ്ടാവുകയാണെങ്കിൽ മൈക്രോസോഫ്റ്റും എത്തും.
എന്നുള്ളൊരു കാര്യം തീർച്ചയാണ്. ഇതൊക്കെയാണ് ആൽഫബറ്റിലെ മാഗ്നിഫിസൻറ്റ് 7 കമ്പനികളുടെ പെർഫോമൻസ് റിലേറ്റഡ് ന്യൂസുകൾ നോക്കുകയാണെങ്കിൽ നമുക്ക് വിലയിരുത്താനായിട്ട് സാധിക്കുന്നത്. ഇനി ഹാർഡ്വെയർ അല്ലെങ്കിൽ സെമി കണ്ടക്ടർ റിലേറ്റഡ് സ്റ്റോക്കുകളുടെ കാര്യം അമേരിക്കയിൽ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ സ്റ്റോക്കുകളും റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് കഴിഞ്ഞ ആഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഫ്ലാഷ് മെമ്മറി ഉണ്ടാക്കുന്ന കമ്പനിയാണ് സാൻഡിസ്ക്. 52 വീക്ക് ലോ നോക്കുകയാണെങ്കിൽ $27.57 പെർ ഷെയറേ ഉള്ളൂ. വെള്ളിയാഴ്ച ഹിറ്റ് ചെയ്തിരിക്കുന്ന $102.09 പെർ ഷെയർ ആണ്. അമേസിങ് പ്രോഫിറ്റ് ആണ് സാൻഡിസ്കിൽ കണ്ടിട്ടുള്ളത്. ഈ സാൻഡിസ്കിന്റെ പെർഫോമൻസിന്റെ ഒരു ഇമ്പാക്ട് നമ്മൾ സാൻഡിസ്ക് ഫ്ലാഷ് മെമ്മറി ഒക്കെ അല്ലെങ്കിൽ USB ഡ്രൈവ് ഒക്കെ വാങ്ങാൻ പോകുമ്പോൾ തന്നെ അറിയാം. അറൌണ്ട് 150-200% ആണ് ആ പ്രൊഡക്റ്റിന്റെ പ്രൈസ് കൂടിയിരിക്കുന്നത്. ഇതിനൊക്കെ പ്രധാനപ്പെട്ട കാരണം ചിപ്പുകളുടെ ഷോർട്ടേജ് തന്നെയാണ്. 2031-32 വരെ ചിപ്പ് ഷോർട്ടേജ് ഉണ്ടാവും. അതുപോലെ തന്നെ ഡാറ്റാ സെന്റർ വലിയ രീതിയിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ധാരാളം സെർവേഴ്സ് ആവശ്യമാണ്. ഈ സെർവേഴ്സിലേക്കൊക്കെ ഫ്ലാഷ് മെമ്മറി, റാൻഡം ആക്സസ് മെമ്മറി, അതുപോലെ തന്നെ ഹാർഡ് ഡിസ്ക് ഡ്രൈവുകൾ ഇതൊക്കെ ധാരാളം ആവശ്യമാണ്. 2030-32 വരെ ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾക്ക് വലിയ ഡിമാൻഡാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ള മുന്നേറ്റത്തിന് കാരണം. AMD ചിപ്പ് മേക്കിംഗ് കമ്പനിയാണ് പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിൽ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ബ്രോഡ്കോം റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിൽ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച സാൻഡിസ്ക് റെക്കോർഡ് ഹൈയിൽ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. മൈക്രോൺ ഫ്ലാഷ് മെമ്മറി അതുപോലെ തന്നെ റാൻഡം ആക്സസ് മെമ്മറി ഉണ്ടാക്കുന്ന ഒരു കമ്പനി കൂടിയാണ് മൈക്രോണും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡുകൾ ഹൈയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. വെസ്റ്റേൺ ഡിജിറ്റൽ, സീഗേറ്റ് ടെക്നോളജീസ് ഈ 2 കമ്പനികളാണ് ഹാർഡ് ഡിസ്ക് ഡ്രൈവുകൾ ഉണ്ടാക്കുന്നത്. ഈ 2 കമ്പനികളും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിൽ കഴിഞ്ഞ ആഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്റൽ കോർപ്പറേഷൻ പഴയ ജയന്റാണ്, ചിപ്പ് മാനുഫാക്ചറിങ് ജയന്റാണ്. 52 വീക്ക് ലോ നോക്കുകയാണെങ്കിൽ $18.57 പെർ ഷെയറേ ഉള്ളൂ. ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം $20.47 പെർ ഷെയറിൽ സ്റ്റേക്കൊക്കെ എടുത്തിരുന്നു US ഗവൺമെന്റ് ഇന്റൽ കോർപ്പറേഷനിലെ. വെള്ളിയാഴ്ച ഹിറ്റ് ചെയ്തിരിക്കുന്ന $85.22 പെർ ഷെയർ ആണ്. ക്ലോസ് ചെയ്തിരിക്കുന്ന $82.54 പെർ ഷെയർ ആണ്. അതോടൊപ്പം തന്നെ PCs അതുപോലെ തന്നെ ഡെസ്ക്ടോപ്സ്, സെർവേഴ്സ് ഒക്കെ ഉണ്ടാക്കുന്ന കമ്പനിയാണ് ഡെൽ ടെക്നോളജീസും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് അമേരിക്കയിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഓവറോൾ ടെക്നോളജി, പ്രത്യേകിച്ച് സെമി കണ്ടക്ടർ മാനുഫാക്ചറിങ് കമ്പനികൾ, അതുപോലെ തന്നെ ഹാർഡ് ഡിസ്ക് അല്ലെങ്കിൽ ഹാർഡ് ഡ്രൈവുകൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ പൊതുവെ ഹാർഡ്വെയർ രംഗത്തുള്ള കമ്പനികളൊക്കെ കഴിഞ്ഞ ആഴ്ചയിൽ വളരെ വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് അമേരിക്കയിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ജപ്പാനിലും ചൈനയിലും ഹോങ്കോങ്ങിലും അതുപോലെ തന്നെ തൈവാനിലും കൊറിയയിലൊക്കെ ധാരാളം ടെക്നോളജി സ്റ്റോക്കുകളൊക്കെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ രാജ്യങ്ങളിലും ഈ ടെക്നോളജി സ്റ്റോക്കുകളൊക്കെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. SK ഹൈനിക്സ് വലിയ ടാർഗറ്റാണ് അനലിസ്റ്റുകളൊക്കെ SK ഹൈനിക്സിന് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. SK ഹൈനിക്സ് കഴിഞ്ഞ ആഴ്ചയിൽ സൗത്ത് കൊറിയയിൽ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈ ാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സാംസങ് ഇലക്ട്രോണിക്സ് റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ 2 കമ്പനികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ SK ഹൈനിക്സ് വീണ്ടും റാൻഡം ആക്സസ് മെമ്മറി, ഫ്ലാഷ് മെമ്മറി അതുപോലെ തന്നെ സാംസങ് റാൻഡം ആക്സസ് മെമ്മറി ഒക്കെ ഉണ്ടാക്കുന്ന കമ്പനിയാണ്. ഒപ്പം തൈവാനീസ് സെമി കണ്ടക്ടർ മാനുഫാക്ചറിങ് കമ്പനിയും റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈന്ന് തൈവാനിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. തൈവാനീസ് ഇൻഡെക്സും കൊറിയൻ ഇൻഡെക്സും അതുപോലെ തന്നെ ജപ്പാനിലെ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സുകളെല്ലാം തന്നെ കഴിഞ്ഞ ആഴ്ചയിൽ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ചൈനയിലും ഇത്തരത്തിൽ ഹാർഡ്വെയർ റിലേറ്റഡ്, ചിപ്പ് റിലേറ്റഡ് സ്റ്റോക്കുകൾ കഴിഞ്ഞ ആഴ്ചയിൽ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓവറോൾ ഇന്ത്യ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ടെക്നോളജി റിലേറ്റഡ് രംഗത്തും അതുപോലെ തന്നെ സെമി കണ്ടക്ടർ രംഗത്തുള്ള സ്റ്റോക്കുകളൊക്കെ വലിയ രീതിയിലാണ് ഗ്ലോബലി മുന്നേറിയിട്ടുള്ളത്. കഴിഞ്ഞ ആഴ്ച ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള അല്ലെങ്കിൽ ഈ ഗ്ലോബൽ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള ഇന്ത്യൻ മാർക്കറ്റിലാണ്. അതോടൊപ്പം തന്നെ റിസൾട്ട് സീസണാണ്. അമേരിക്കയിൽ കലണ്ടർ ഇയർ
ഫൈനാൻഷ്യൽ ഇയർ ആയിട്ട് തെരഞ്ഞെടുത്തിട്ടുള്ള കമ്പനികളുടെയൊക്കെ Q1 റിസൾട്ടുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. എല്ലാ റിസൾട്ടുകളും ബെറ്റർ ദാൻ എക്സ്പെക്ടേഷൻസ് ആണ്. മെജോറിറ്റി നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലും Q4 റിസൾട്ടുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ആനുവൽ റിസൾട്ടുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ബോണസ് ഡിവിഡൻഡ് അനൗൺസ്മെന്റുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതുവരെയുള്ള റിസൾട്ടുകളുടെ ഒരു ഓവറോൾ അസസ്മെന്റ് നടത്തുകയാണെങ്കിൽ ഇൻ ലൈൻ വിത്ത് എക്സ്പെക്ടേഷൻസ് ആണ്. മെജോറിറ്റി റിസൾട്ടുകളും വളരെ കുറവ് റിസൾട്ടുകളാണ് എബോവ് എക്സ്പെക്ടേഷൻസ് വന്നിട്ടുള്ളൂ. അടുത്ത ദിവസങ്ങളിലാണ് മെജോറിറ്റി റിസൾട്ടുകളൊക്കെ വരാൻ പോകുന്നത്. അപ്പോൾ റിസൾട്ടിന്റെ ഇമ്പാക്റ്റ് നമുക്ക് ഈ റിസൾട്ടുകളൊക്കെ വന്നതിന് ശേഷമാണ് നമുക്ക് വിലയിരുത്താനായിട്ട് സാധിക്കുള്ളൂ. ഇതുവരെ പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലുള്ള വിലയിരുത്തലുകളൊക്കെ നമ്മൾ ഓൾറെഡി ഇൻവെസ്റ്റേഴ്സിന് നൽകിയിട്ടുണ്ട്. എന്നിരുന്നാലും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് റിസൾട്ട് ഡ്രിവൻ ആയിട്ടുള്ള മൂവ് ഒക്കെ പല സ്റ്റോക്കുകളിലൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഓവറോൾ സെന്റിമെന്റിനെ നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള സ്റ്റോക്കുകളിലും വലിയ രീതിയിലുള്ള പോസിറ്റീവ് ഇമ്പാക്റ്റ് ഒക്കെ കാണാനുള്ള സാധ്യതകളൊക്കെ കുറവാണ്. ഇനി നമ്മൾ ക്രൂഡ് ഓയിലിന്റെ കാര്യം അല്ലെങ്കിൽ കമോഡിറ്റികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിൽ ഗോൾഡ് അതുപോലെ തന്നെ സിൽവർ ഓൾമോസ്റ്റ് എല്ലാ കമോഡിറ്റികളും ബ്രെന്റ് ക്രൂഡ് ഓയിൽ ഒഴികെയുള്ള എല്ലാ കമോഡിറ്റികളും കഴിഞ്ഞ ആഴ്ചയിൽ വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നല്ല വൊളാറ്റിലിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. ഗോൾഡിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ മാർച്ച് മാസത്തെ സെൻട്രൽ ബാങ്കുകളുടെ ഡാറ്റയാണ് എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത്. വേൾഡ് ഗോൾഡ് കൗൺസിൽ എന്നാണ് ഈ ഡാറ്റ പുറത്തു വിടുന്നത് അതിനനുസരിച്ചിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് നമ്മൾ ഗോൾഡിൽ എക്സ്പെക്ട് ചെയ്യുന്നത്. അസർബൈജാൻ സെൻട്രൽ ബാങ്കിന്റെ ഡാറ്റ Q1 ഡാറ്റ പുറത്തു വിട്ടുണ്ട്. അതായത് ജനുവരി ഫെബ്രുവരി മാർച്ച് മാസത്തിലത്തെ ആക്ടിവിറ്റീസ് റിപ്പോർട്ടാണ്. 21.97 ടൺസ് അസർബൈജാൻ സെൻട്രൽ ബാങ്ക് വിറ്റിരിക്കുകയാണ്. ഇനി പല രാജ്യങ്ങളിലെ സെൻട്രൽ ബാങ്കുകളും വിറ്റിട്ടുണ്ടാവാനുള്ള സാധ്യതകളൊക്കെയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഗോൾഡിന്റെ ട്രെൻഡ് ഡിക്റ്റേറ്റ് ചെയ്യാൻ പോകുന്നത് മാർച്ച് മാസത്തെ വേൾഡ് ഗോൾഡ് കൗൺസിലിന്റെ സെൻട്രൽ ബാങ്ക് ഡാറ്റയാണ്. ഈ ഡാറ്റ വലിയ രീതിയിലുള്ള മൈനസ് ഫിഗർ ആണ് കാഴ്ചവെക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഗോൾഡിലുള്ള വൊളാറ്റിലിറ്റി കൂടാനുള്ള സാധ്യതകളുണ്ട്. റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ള 4098 അതുപോലെ തന്നെ റീസെന്റ് ആയിട്ട് ഹിറ്റ് ചെയ്തിട്ടുള്ള $4888 പെർ ഔൺസ് റേഞ്ചിൽ ഗോൾഡ് ഫ്ലക്ച്വേറ്റ് ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് സെറ്റിൽ ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഒക്കെ നൽകിയേക്കാം. ഒപ്പം സിൽവറിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ സിൽവറിലും ഇത്തരത്തിലുള്ള വൊളാറ്റിലിറ്റി ആണ്. അതേസമയം ബാങ്ക് ഓഫ് അമേരിക്ക, മെറിൽ ലിഞ്ച്, JP മോർഗൻ ഒക്കെ പറഞ്ഞിരിക്കുന്നത് സിൽവർ വീണ്ടും നല്ല രീതിയിൽ മുന്നേറും എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് അവർ പുറത്തു വിട്ടിരിക്കുന്നത്. ബ്രെന്റ് ക്രൂഡ് ഓയിലിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ക്രൈസിസ് എന്ന് സെറ്റിലാവുന്നോ ആ സെറ്റിലാവുന്ന ദിവസം മുതൽ ബ്രെന്റ് ക്രൂഡ് ഓയിൽ താഴെ വരും. തീർച്ചയായിട്ടും ഇന്ത്യനെ സംബന്ധിച്ചത് ഒരു ആവശ്യകതയാണ്. സൗത്ത് കൊറിയനെ സംബന്ധിച്ച ആവശ്യകതയാണ്. ചൈനയെ സംബന്ധിച്ച ആവശ്യകതയാണ്. അപ്പോൾ ഈ ക്രൈസിസ് സെറ്റിൽ ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ഇവന്റ് അല്ലെങ്കിൽ ഒരു സെൽ ഓഫ് ഒക്കെ നമുക്ക് ബ്രെന്റ് ക്രൂഡ് ഓയിലിന്റെ കാര്യത്തിൽ കാണാനായിട്ട് സാധിക്കും. കഴിഞ്ഞ ആഴ്ചയിൽ അയൺ ഓറിന്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഒരു കൺസോൾട്ടേഷൻ മോഡാണ്. $7.10 പെർ ടണ്ണിനാണ് അയൺ ഓർ ട്രേഡ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും കഴിഞ്ഞ കുറേ ദിവസത്തെ പാറ്റേൺ നോക്കുകയാണെങ്കിൽ ഒരു ഔട്ട് പെർഫോമൻസ് ഒരു അപ്വേർഡ് ബ്രേക്ക്ഔട്ട് കാണാനുള്ള സാധ്യതകളുണ്ട് അയൺ ഓർ പ്രൈസിൽ. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യയിലെ NMDC പോലുള്ള ഓഹരികളെ സംബന്ധിച്ചൊക്കെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. ഇനി നമ്മുടെ സ്റ്റീൽ സെക്ടർ പൊതുവെ നോക്കുകയാണെങ്കിൽ ഗ്ലോബലി സ്റ്റീൽ ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്. ഈ സംഘർഷം മാറിക്കഴിയുമ്പോൾ വീണ്ടും റീബിൽഡിംഗ് ആരംഭിക്കും. തീർച്ചയായിട്ടും ആരംഭിക്കുമ്പോൾ സ്റ്റീലിന്റെ ഡിമാൻഡ് കൂടും. അതിനനുസരിച്ചുള്ള ഒരു എക്സ്പെക്ടേഷനിലാണ് ഇപ്പോൾ സ്റ്റീൽ പ്രൈസ് ഗ്ലോബലി കൂടിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ടാറ്റ സ്റ്റീല്, സെയില്, JSW സ്റ്റീല്, ജിൻഡാൽ സ്റ്റീല് ഇത്തരത്തിലുള്ള സ്റ്റീൽ കമ്പനികളിലൊക്കെ പ്രൈസും കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ സ്റ്റീലിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്, അലുമിനിയത്തിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അതേസമയം കോപ്പറിൽ വൊളാറ്റിലിറ്റി ഉണ്ടാക്കുന്ന ന്യൂസ് ഫ്ലോസ് ഒക്കെ വരുന്നുണ്ട്. എന്നിരുന്നാലും ഓവറോൾ കമോഡിറ്റികളുടെ സെഗ്മെന്റിൽ അലുമിനിയം, കോപ്പർ ഈ കമോഡിറ്റികളും ഒരു പോസിറ്റീവ് ബയാസ് കാണിക്കാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഇതാണ് കമോഡിറ്റി റിലേറ്റഡ് സെഗ്മെന്റിലത്തെ ഓവറോൾ ന്യൂസ് ഫ്ലോസ് വെച്ച് നമുക്ക് വിലയിരുത്താനായിട്ട് സാധിക്കുന്നത്. ഇനി ഈ ആഴ്ചയിൽ ധാരാളം ഗ്ലോബൽ ഇവന്റുകളുണ്ട്. US ഫെഡിന്റെ മീറ്റിംഗ് ഉണ്ട് 28, 29 തീയതികളിൽ. 29-ാം തീയതിയാണ് ഡിസിഷൻ അനൗൺസ് ചെയ്യാൻ പോകുന്നത്. ഇൻട്രസ്റ്റ് റേറ്റ് സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതേസമയം
US കൺസ്യൂമർ സെന്റിമെന്റ് ഇൻഡെക്സ് 1978 ശേഷമുള്ള ലോവസ്റ്റ് ഫിഗറൊക്കെ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു പക്ഷേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാനുള്ള തീരുമാനമൊക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് അമേരിക്കൻ മാർക്കറ്റിലൊക്കെ നൽകിയേക്കാം. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ അത്തരത്തിലുള്ളൊരു എക്സ്പെക്റ്റേഷൻ ഒന്നും തന്നെ വെച്ച് പുലർത്താനായിട്ട് സാധിക്കില്ല. കാരണം അമേരിക്കയിലും ഇൻഫ്ലേഷൻ കൂടുമെന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ ആണുള്ളത്. ഇനി നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക സംഘർഷം തന്നെയാണ് നമ്മളെ സംബന്ധിച്ചുള്ള ഒരു മേജർ ഇവന്റ് മുന്നിലുള്ളത്. ഈ ഇവന്റ് സെറ്റിലാവുമ്പോൾ തീർച്ചയായിട്ടും ഏറ്റവും അണ്ടർ പ്രൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എല്ലാവരും ഓൾമോസ്റ്റ് അണ്ടർ പെർഫോമൻസ് റേറ്റിംഗ് കൊടുത്തിട്ടുള്ള ഇന്ത്യൻ മാർക്കറ്റ് തന്നെയാണ് ഏറ്റവും മേജർ ബെനിഫിഷ്യറി ആയിട്ട് മാറാൻ പോകുന്നത്. ഇനി നമ്മൾ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിന്റെ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള സെൽ ഓഫ് അവർ കണ്ടിന്യൂ ചെയ്യുക തന്നെയാണ്. അതേസമയം നമ്മുടെ ഫണ്ടുകൾ അതിനനുസരിച്ചുള്ള ബൈയിങ് ഒക്കെ നടത്തുന്നുണ്ട്. പക്ഷെ റീസെന്റ് ആയിട്ടുള്ള ഡാറ്റ നോക്കുകയാണെങ്കിൽ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിന്റെ പേസിനനുസരിച്ചിട്ടുള്ളൊരു ബൈയിങ് ഡൊമസ്റ്റിക് ഫണ്ടുകളുടെ ഭാഗത്ത് നിന്ന് കാണുന്നില്ല. അവരുടെ ബൈയിങ് ഇന്റൻസിറ്റി ഒക്കെ കുറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത് മാർക്കറ്റിനെ സംബന്ധിച്ചുള്ള നെഗറ്റീവാണ്. റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സും അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ഫണ്ടുകളാണ് ഇപ്പം മാർക്കറ്റിനെ ഒരു സപ്പോർട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലൊരു സപ്പോർട്ട് കുറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റിന്റെ അപ്പോഴും മൊമെന്റത്തിനെയാണ് ഇത് ബാധിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ പോയിന്റ് ഒന്ന് മനസ്സിൽ വെക്കുന്നത് നന്നായിരിക്കും. ഇനി നമ്മൾ മറ്റ് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് ന്യൂസ് ഫ്ലോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഈ ആഴ്ചയിൽ വേദാന്തര റെക്കോർഡ് ഡേറ്റ് ആണ്, ഡീമർജർ റെക്കോർഡ് ഡേറ്റ് ആണ്. എക്സ് ഡീമർജറായി മാറുന്നത് ഏപ്രിൽ 30 അതായത് ഏപ്രിൽ 29 വരെ വേദാന്ത വാങ്ങുന്ന ഇൻവെസ്റ്റേഴ്സിന് ഡീമർജർ ഗെയിൻ ലഭിക്കും. അതായത് ഇപ്പോഴത്തെ എക്സിസ്റ്റിംഗ് വേദാന്ത 5 കമ്പനികളായിട്ട് സ്പ്ലിറ്റ് ആവുകയാണ്. ഈ 5 കമ്പനികളായിട്ട് സ്പ്ലിറ്റ് ആവുമ്പോഴാണ് ട്രൂ വാല്യൂ റിഫ്ലക്റ്റ് ചെയ്യുള്ളൂ എന്നാണ് മാനേജ്മെന്റിനെയും അതുപോലെ തന്നെ ഞാനൊക്കെ വിശ്വസിക്കുന്നത്. അതിനനുസരിച്ചുള്ള റെക്കമെൻഡേഷനൊക്കെ നമ്മൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് മാസങ്ങളായിട്ട് ഇൻവെസ്റ്റേഴ്സിന് നൽകിയിട്ടുണ്ട്. എല്ലാ ഇൻവെസ്റ്റേഴ്സും വളരെ ഹാപ്പിയാണ് വേദാന്തയുടെ ഒരു പെർഫോമൻസ് നോക്കുമ്പോൾ. ഒപ്പം ഡീമർജറിന് ശേഷം പുതിയ കമ്പനികളും ഇത്തരത്തിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ ആണുള്ളത്. അപ്പോൾ ഡീമർജർ വേദാന്തയിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഇൻവെസ്റ്റേഴ്സിന് അടുത്ത 2-3 ദിവസത്തിനുള്ളിൽ വേദാന്ത വാങ്ങിയാൽ മാത്രമാണ് ഡീമർജർ ഗെയിനിലുള്ള കമ്പനികൾ ലഭിക്കാനായിട്ട് പോകുന്നുള്ളൂ. അപ്പോൾ റെക്കോർഡ് ഡേറ്റ് വരുന്നത് മെയ് 1 ഏപ്രിൽ 30 എക്സ് ഡീമർജർ വരുന്നത്. ഇനി ആന്ത്രോപിക് മിത്തോസ് AI ടൂൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് പത്രങ്ങളും അതുപോലെ തന്നെ ഓൾമോസ്റ്റ് എല്ലാ വലിയ ഫൈനാൻഷ്യൽ കമ്പനികളും ബാങ്കുകളൊക്കെ ഡിസ്കസ് ചെയ്യുന്നൊരു AI ടൂളാണ് ആന്ത്രോപിക് മിത്തോസ് AI ടൂൾ. നമുക്കെല്ലാവർക്കും അറിയാം ഓപ്പൺ എയുടെ ചാറ്റ് GPT ഓവർടേക്ക് ചെയ്തുകൊണ്ടാണ് ആന്ത്രോപിക് വലിയ രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഈ ആന്ത്രോപിക് മിത്തോസ് AI ടൂളിനുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ഈ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് എക്സിസ്റ്റിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും അതുപോലെ തന്നെ വെബ് ബ്രൗസറുകളിലും അതുപോലെ തന്നെ മറ്റ് പ്രോമിനൻ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറുകളിലൊക്കെയുള്ള ബഗ്ഗുകളെ, അതായത് 0 days ബഗ്ഗുകൾ എന്ന് പറയും, 0 days ഫ്ലോസ് എന്നൊക്കെ പറയും. 0 days ഫ്ലോസ് എന്ന് പറയുമ്പോൾ ഇതുവരെ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തിട്ടുള്ള കമ്പനികൾക്ക് കണ്ടുപിടിക്കാൻ കഴിയാത്ത ബഗ്ഗുകളാണ് മിത്തോസ് AI കണ്ടുപിടിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ ബഗ്ഗുകൾ മിത്തോസ് AI കണ്ടുപിടിച്ചു എന്നുള്ള റിപ്പോർട്ട് വന്നത് മുതലേ തന്നെ ആന്ത്രോപിക് ഈ മിത്തോസ് AI ഡിപ്ലോയ്മെൻറ്റ് കൺട്രോൾ ചെയ്തിരിക്കുകയാണ്. പബ്ലിക്കിന് ഇത് അവൈലബിൾ ആയിട്ടില്ല, അടുത്തൊന്നും തന്നെ അവൈലബിൾ ആവും എന്നുള്ള ഒരു വിശ്വാസമൊന്നുമില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം ആന്ത്രോപിക് മിത്തോസ് AI യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് സോഫ്റ്റ്വെയറിലുള്ള ഓപ്പറേറ്റിംഗ് സോഫ്റ്റ്വെയറിൽ അടക്കമുള്ള ബഗ്ഗുകളെ, അതായത് ഈ ഡെവലപ്പ് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ ഇത്ര കാലമായിട്ട് ലക്ഷക്കണക്കിന് സൈബർ സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ നടത്തിയിട്ട് കണ്ടുപിടിക്കാൻ പറ്റാത്ത ബഗ്ഗുകൾ ആന്ത്രോപിക് മിത്തോസ് AI ഉപയോഗിച്ചുകൊണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിനൊക്കെ 0 days
ഫ്ലോസ് എന്നാണ് പറയുന്നത്. ഈ 0 days ഫ്ലോസ് അല്ലെങ്കിൽ ബഗുകൾ എന്ന് പറയുമ്പോൾ സമയമൊന്നുമില്ല. ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇത് റെക്ടിഫൈ ചെയ്യാനായിട്ട്, അതിന് പാച്ചസ് ഉണ്ടാക്കാനായിട്ട് സമയമില്ല. അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇമ്പാക്റ്റ് ചെയ്യും. ഈ ഫ്ലോസ് മുതലെടുത്തുകൊണ്ട് ഹാക്കേഴ്സ് വലിയ രീതിയിൽ ഇതിനെ മിസ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഏത് ഗവൺമെൻറ് സൈറ്റിലും ഏത് ബാങ്കിങ് സൈറ്റിലും ഹാക്കേഴ്സിനെ വളരെ ഈസി ആയിട്ട് എൻട്രി ചെയ്യാം. അതിനനുസരിച്ച് അതിൻ്റെ കൺട്രോളൊക്കെ അവരുടെ കയ്യിലേക്ക് മാറും. ഇത് വളരെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ചലഞ്ച് തന്നെയാണ്. അപ്പോൾ ഈ ആന്ത്രോപിക് മിത്തോസ് AI വന്നതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള AI ടൂളുകൾക്ക് ഇതിനുള്ള പവർ ഉണ്ടെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിയത്. ഇത് പബ്ലിക്കിന് തുറന്നു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഹാക്കേഴ്സിൻ്റെ പറുദീസയാണ്. കാരണം ഈ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ സോഫ്റ്റ്വെയറിലുള്ള ബഗുകൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ സോഫ്റ്റ്വെയറിലേക്ക് എൻട്രി ചെയ്യാനായിട്ട് സാധിക്കും. ആ സിസ്റ്റം മുഴുവൻ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ലോകത്തിലെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും, പ്രത്യേകിച്ച് ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒക്കെ വളരെ നെർവസ് ആണ്. കാരണം ഈ ടൂളുകൾ പബ്ലിക്കായിട്ട് അവൈലബിൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാങ്കിങ് സോഫ്റ്റ്വെയറിലൊക്കെയുള്ള ബഗുകൾ കണ്ടുപിടിച്ചാൽ ബാങ്കിങ് സോഫ്റ്റ്വെയറിൽ ഹാക്ക് ചെയ്തുകൊണ്ട് ഹാക്കേഴ്സ് ഉള്ളിൽ കയറാനുള്ള അവസ്ഥ നമുക്ക് ആലോചിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഇത് വളരെ വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ളൊരു ടൂളാണ്. ഈ ടൂള് എങ്ങനെയാണ് ആന്ത്രോപിക്കിന് പബ്ലിക്കിന് അവൈലബിൾ ആക്കുന്നുള്ള കാര്യമൊന്നും നമുക്ക് തിരിച്ചപ്പെടുത്താനായിട്ട് സാധിക്കില്ല. കാരണം ഇത്തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റിയുള്ള AI ടൂളുകൾ, അതായത് ഇത്തരത്തിലുള്ള എഫിഷ്യൻസിയുള്ള AI ടൂളുകൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഹാക്കേഴ്സ് അത് മിസ്യൂസ് ചെയ്യുന്നുള്ളൊരു കാര്യം തീർച്ചയാണ്. ഇപ്പോൾ ബാങ്കുകൾ വറീഡാണ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് വറീഡാണ്, ഗവൺമെൻറ്റുകളും വറീഡാണ്, ഈവൻ നാസ അടക്കം വറീഡാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആന്ത്രോപിക് മിത്തോസ് AI ഒന്ന് വാച്ച് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ആന്ത്രോപ്പിൻ്റെ IPO ഒക്ടോബറിൽ വരാനുള്ള സാധ്യതകളുണ്ട്. വലിയ രീതിയിലുള്ള ലിസ്റ്റിംഗ് ഗെയിനൊക്കെ കിട്ടിയേക്കാം. ഇപ്പം $350 ബില്യൺ ആണ് ഓവറോൾ വാല്യുവേഷൻ വരുന്നത്. ഇനി ഗൂഗിൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോവാണ് $40 ബില്യൺ. ആമസോൺ ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ള കാര്യം കഴിഞ്ഞ ആഴ്ചയിൽ അനൗൺസ് ചെയ്തിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള കമ്പനികളുടെ സ്റ്റോക്കുകൾ, അൺഒഫീഷ്യൽ മാർക്കറ്റിലുള്ള സ്റ്റോക്കുകളൊക്കെ ഒന്ന് വാച്ച് ചെയ്യുന്നത് നന്നായിരിക്കും. ആന്ത്രോപിക് മിത്തോസ് AI ടൂള് ഒരു ഡിസ്റപ്റ്ററും ഇന്നോവേഷനും കൂടി തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആന്ത്രോപ്പിക്കിൻ്റെ IPO ഒക്ടോബർ മാസത്തിൽ അമേരിക്കയിൽ പുറത്ത് വന്നതിന് ശേഷം ലിസ്റ്റ് ചെയ്യുമ്പോൾ ഈ സ്റ്റോക്കിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഹ്യൂജ് ഗെയിൻസ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. കാരണം ഇത്തരത്തിലുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്ന AI കമ്പനികൾക്കാണ് ഫ്യൂച്ചർ ഉള്ളത്. കാരണം നമ്മുടെ ലോകം മുഴുവൻ AI ഡ്രിവൺ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് ഡാറ്റാ സെൻറ്ററുകൾ വലിയ രീതിയിലാണ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആന്ത്രോപിക് മിത്തോസ് AI ഒന്ന് വാച്ച് ചെയ്യുന്നതായിരിക്കും. ഈ ടൂള് പബ്ലിക്കിന് അവൈലബിൾ അല്ല, സെലക്റ്റഡ് ഓഡിയൻസിന് മാത്രമാണ് ഇപ്പോൾ അവൈലബിൾ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഈ ടൂൾ ഇമ്മീഡിയറ്റ് ആയിട്ടൊന്നും തന്നെ പബ്ലിക്കിന് ലഭിക്കാനുള്ള സാധ്യതകൾ കുറവാണ്. അപ്പോൾ ഈ ആന്ത്രോപിക് മിത്തോസ് AI എന്താണ്, അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്നുള്ള കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാനിത് ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ഇതൊക്കെയാണ് പൊതുവെയുള്ള മാർക്കറ്റ് ന്യൂസ് ഫ്ലോസ്. ഇനി ഇന്ത്യയിലത്തെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ പോഡ്കാസ്റ്റുകളിലൊക്കെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. മെയ്ഡ് ഇൻ ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യ കണ്ടുപിടിച്ചുള്ള ഇന്നോവേഷനാണ് ഹൈഡ്രജൻ സ്റ്റൗ. 1.5 ലക്ഷം രൂപയാണ് അതിൻ്റെ പ്രൈസ് വരുന്നത്. ക്യാൻറ്റീനുകൾ, അതുപോലെ തന്നെ വലിയ ഹോട്ടൽസിനൊക്കെ ഇത് സൂട്ടബിൾ ആണ്. ഇൻഡിവിജ്വൽസിന് സൂട്ടബിൾ അല്ല. വെള്ളം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ കുക്കിംഗ് നടത്താൻ പോകുന്നത്. വളരെ പോസിറ്റീവായിട്ട് ന്യൂസ് തന്നെയാണ്. ഇത് ഇന്ത്യനെ സംബന്ധിച്ചൊരു ഇന്നോവേഷനാണ്. അതോടൊപ്പം തന്നെ രാജസ്ഥാനിലെ മറ്റൊരു ഇന്നോവേറ്റർ ഉണ്ട്. അദ്ദേഹം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് പോർട്ടബിൾ ടർബനാണ്, വിൻഡ് ടർബനാണ്. ഇതും ഒരു ഇന്നോവേഷൻ തന്നെയാണ്. അപ്പോൾ ഈ പോർട്ടബിൾ വിൻഡ് ടർബൻ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ടെറസിൻ്റെ മുകളിൽ കൊണ്ട് ടർബൻ വെച്ച് കഴിഞ്ഞാൽ 1 കിലോവാട്ട് യൂണിറ്റ് വരെ നമുക്ക് പവർ ഉൽപ്പാദിപ്പിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ 2 ഇന്നോവേറ്റേഴ്സും ഇന്ത്യനെ സംബന്ധിച്ചൊരു മുതൽക്കൂട്ട് തന്നെയാണ്. ഈ കമ്പനികളുടെയൊക്കെ IPO വരുമ്പോൾ തീർച്ചയായിട്ടും ഇൻവെസ്റ്റേഴ്സിന് ഒന്ന് വാച്ച് ചെയ്യാവുന്ന IPOs ആയിരിക്കും. സൺവൈൻഡ് ഇന്നോവേറ്റീവ് ലിമിറ്റഡ് ആണ് ഈ പോർട്ടബിൾ വിൻഡ് ടർബൻസ് ഉണ്ടാക്കുന്ന കമ്പനി. ഇത് ഞാൻ നിങ്ങളുടെ അറിവിലേക്കായിട്ട് തന്നിട്ടുള്ള ഒരു ന്യൂസ് മാത്രമാണ്.
അതോടൊപ്പം തന്നെ നമ്മുടെ പവർ സെക്ടർ പെർഫോമൻസ് ഈ സമ്മർ സീസണിൽ നോക്കുകയാണെങ്കിൽ പവർ ഡിമാൻഡ് കഴിഞ്ഞ വെള്ളിയാഴ്ച പീക്ക് ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. 252.07 ഗിഗാവാട്ടാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച ഹിറ്റ് ചെയ്തിട്ടുള്ള പീക്ക് ഡിമാൻഡ്. തീർച്ചയായിട്ടും പവർ ജനറേറ്റിംഗ് കമ്പനികളെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. പവർ ട്രാൻസ്മിഷൻ കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസ് തന്നെയാണ്. ഈ പവർ ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കുന്നത്, അതിനനുസരിച്ചുള്ള പ്രൊഡക്ഷനും കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഓവറോൾ വളരെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ലഭിക്കുന്ന ഒരു സെക്ടർ തന്നെയാണ് നമ്മുടെ പവർ സെക്ടർ. അതുകൊണ്ട് തന്നെ ഈ സെക്ടർ സ്റ്റോക്കുകളൊന്ന് വാച്ച് ചെയ്യുന്നതായിരിക്കും. കഴിഞ്ഞ ദിവസങ്ങളിലും വലിയ രീതിയിലാണ് പവർ സെക്ടർ സ്റ്റോക്കുകളൊക്കെ മുന്നേറിയിട്ടുള്ളത്. പ്രത്യേകിച്ച് അഡാനി പവർ റെക്കോർഡ് കിട്ടിയിരിക്കുകയാണ്. അഡാനി പവർ അവർ തന്നെ മറ്റു എല്ലാ പവർ ജനറേറ്റിംഗ് കമ്പനികളുടെ സ്റ്റോക്കുകളും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെയാണ് പൊതുവെയുള്ള ന്യൂസ് ഫ്ലോസ് ഈ വീക്കിലി പോഡ്കാസ്റ്റിൽ എനിക്ക് നിങ്ങൾക്ക് നൽകാനുള്ളത്. ഈ ആഴ്ച നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് വീണ്ടും നിഫ്റ്റിയുടെ ഒരു ക്ലോസിംഗ് പ്രൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ സ്ലൈറ്റ്ലി പോസിറ്റീവ് ഓപ്പണിംഗ് ആണ്. അതേസമയം ഇറാൻ ഇസ്രായേൽ അമേരിക്ക സംഘർഷത്തിന്റെ വലിയ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ന്യൂസ് ഫ്ലോസ് ഒക്കെ വീണ്ടും വരികയാണെങ്കിൽ ഒരു നെഗറ്റീവ് ടെറിട്ടറിയിലേക്ക് മാർക്കറ്റ് മാറാനുള്ള സാധ്യതകളൊക്കെയുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ഒരു എക്സ്പെക്റ്റേഷൻ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ഓപ്പണിംഗ് അല്ലെങ്കിൽ സ്ലൈറ്റ്ലി ബെറ്റർ ഓപ്പണിംഗ് ആണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വലിയ നെഗറ്റീവ് ന്യൂസ് ഫ്ലോസ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെതായ ഒരു ഇമ്പാക്റ്റ് ഒക്കെ നമുക്ക് നാളെ ഓപ്പൺ ചെയ്യുമ്പോഴൊക്കെ കാണാം. എന്നിരുന്നാലും Q4 റിസൾട്ടുകൾക്കനുസരിച്ച് അതുപോലെ തന്നെ ജിയോ പൊളിറ്റിക്കൽ ന്യൂസ് ഫ്ലോസിനനുസരിച്ച് ഒപ്പം US ഫെഡറിന്റെ ഡിസിഷൻ അനുസരിച്ച് മാർക്കറ്റിൽ പ്രത്യേകിച്ച് സ്റ്റോക്കുകളിലും കമ്മോഡിറ്റിയിലൊക്കെ ഒരു വൊളാറ്റിലിറ്റി ഒക്കെ കാണാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. നമ്മൾ മുമ്പ് സജസ്റ്റ് ചെയ്തിട്ടുള്ള ഡെലിവറി സ്റ്റോക്കുകൾ, അതോടൊപ്പം തന്നെ ട്രേഡിംഗ് ടെർമിനലിൽ കൂടെ നമ്മൾ ഇൻവെസ്റ്റേഴ്സിന് ലഭിക്കുന്ന ഡെലിവറി സ്റ്റോക്കുകളൊക്കെ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ മാർക്കറ്റ് വൊളാറ്റിലിറ്റിയിൽ താഴെ വരുമ്പോൾ വാങ്ങാനുള്ള ഒരു ഡിസിഷൻ എടുക്കുക. അതും ഘട്ടമായിട്ട് വാങ്ങിയാൽ മതി. അതോടൊപ്പം തന്നെ SIP കണ്ടിന്യൂ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സ് ഒരു കാരണവശാലും SIP വിഡ്രോ ചെയ്യരുത്, SIP ഡിസ്കണ്ടിന്യൂ ചെയ്യരുത്. കഴിയുമെങ്കിൽ SNP എമൗണ്ട് കൂട്ടുന്നത് നന്നായിരിക്കും എന്നാണ് എൻ്റെ ഒരു സജഷൻ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഇൻവെസ്റ്റിംഗ് വീക്ക് ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ വീക്കിലി പോഡ്കാസ്റ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.